ജാതി അധിക്ഷേപം നടത്തിയവനെ ആ സ്ഥലത്ത് വച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നുവെന്ന് CPIM പറവൂർ ഏരിയ സെക്രട്ടറി TR ബോസ്. പ്രൈവറ്റ് ദേവസ്വം എംപ്ലോയ്മെന്റ് ഫെഡറേഷൻ കണ്ണംകുളങ്ങരയിലെ ദേവസ്വം കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TR ബോസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തത്തപ്പള്ളി ശ്രീ ദുർഗാദേവി ക്ഷേത്ര പൂജാരി വിഷ്ണുവിനെ ജാതി അധിക്ഷേപം നടത്തിയതിൽ പ്രതിഷേധിച്ച് കേരള പ്രൈവറ്റ് ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ പറവൂരിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TR ബോസ്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, ശാന്തിക്കാരനെ അപമാനിച്ചു. അയ്യങ്കാളി നാരായണ ഗുരു മറിച്ച കേരള മണ്ണിൽ വർണ്ണവെറിയുടെ മാടമ്പികളെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിലടക്കും. പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ കേരള പോലീസിന് പറവൂർ പോലീസ് അഭിഖ്യാതി ഉണ്ടാക്കരുതെന്നും ആ നിലയ്ക്ക് നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്തുമെന്നും ഭരണമൊക്കെ അവിടെ നടന്നുകൊള്ളുമെന്നും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്താൻ പാർട്ടിക്ക് തടസ്സമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജാതിയിൽ മുന്തിയതായതിനാൽ ജാതിയിൽ താഴെയുള്ളവരെ എന്തെങ്കിലും അസഭ്യം പറയാം എന്ന് ആരെങ്കിലും ധരിച്ചാൽ അതിനുള്ള മരുന്ന് തങ്ങളുടെ കയ്യിലുണ്ടെന്നും ബോസ് പറഞ്ഞു. പറവൂരിനാണെങ്കിൽ സാംസ്കാരിക നായകന്മാരുടെ ഒത്തിരി പിൻബലങ്ങള് പിൽക്കാല ചരിത്രങ്ങളുള്ള ഈ പറവൂരിന്റെ മണ്ണിലാണ്. ഞാൻ നായരാണ്, അതുകൊണ്ട് നീ ഇവിടെ ചെയ്യാൻ പാടില്ല. എത്ര നായന്മാരുണ്ട് അങ്ങനെ കേരളത്തിലെ? നായന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും സംഘടനാ നേതാക്കന്മാരെ അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ പറയുന്ന ആളുകളെ ഓൺ ദ സ്പോട്ടിൽ കൈകാര്യം ചെയ്ത് കളയണം. കാലം മാറിയതനുസരിച്ചിട്ട് ഇത്തരത്തിൽ പറയുന്നവനെല്ലാം അന്നേരം കുത്തിനു പിടിച്ച് കൈകാര്യം ചെയ്താൽ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കേസ് കൊടുത്താൽ നിലവിലുള്ള നിയമപ്രകാരം ജാതി വിളിച്ചാൽ ആക്ഷേപിച്ചാൽ അയാൾക്കെതിരെ കേസെടുക്കാനായിട്ട് വകുപ്പില്ലേ? അപ്പൊ ഞങ്ങൾ കേസെടുത്തു. അങ്ങനെ പോലീസ് ചെയ്താൽ മതിയോ? കേസിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതാണെങ്കിൽ ജാമ്യമില്ലാത്ത, അങ്ങനെയുണ്ടല്ലോ, ജാമ്യമില്ലാത്ത വകുപ്പല്ലേ ഇതിനിടേണ്ടത്? SC വിഭാഗത്തിനെയാണ് ആക്ഷേപിച്ചതെങ്കിൽ കയ്യേറ്റം ചെയ്തത് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അതിനെതിരെ തീർച്ചയായിട്ടും നിലപാടെടുക്കണം. അതിനെ സ്വാഭാവികമായിട്ടും നോൺ ബെയിലബിളായിട്ട് കേസെടുക്കണം. അങ്ങനെ നോൺ ബെയിലബിളായിട്ട് കേസെടുക്കാൻ പോലീസ് മടിച്ചു നിന്നാൽ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് പോലീസ് മാറും. ആ നിലയ്ക്ക് കേരളത്തിലെ പോലീസിന് ഒരു അപഖ്യാതി ഉണ്ടാക്കി വെക്കരുത്. പറവൂരിലെ പോലീസ് ആ നിലക്ക് നിലപാടെടുക്കാൻ നിർബന്ധിതമാകണം. ഇല്ലെങ്കിൽ ആ സ്റ്റേഷന് മുന്നിലേക്ക് പുരോഗമന ജനാധിപത്യ ശക്തികളെ മാർച്ച് നടത്തും. ഭരണമൊക്കെ അവിടെ നടക്കും. ഭരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്താൻ എൻ്റെ പാർട്ടിക്ക് യാതൊരു തടസ്സമില്ല. അതുകൊണ്ട് പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കേസെടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കേസെടുത്തിട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ പൊതുപ്രസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മുന്നിലേക്ക് സമരമായിട്ട് വരേണ്ടി വരും. അത് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മളെ എത്രയോ ആളുകളുണ്ട് ഇവിടെ ഉള്ള ഈ പറയുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്ന പോലീസുകാർ ഉൾപ്പെടെ എത്രയോണ് ഇപ്പോൾ പ്രാതിഥ്യം. അതെങ്ങനെ ഉണ്ടായതാണ് അത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ജാതിയിൽ മുന്തിയതായതുകൊണ്ട് ഈ ജാതിക്കാരായിട്ടുള്ള ആരെയും എന്ത് അസംബന്ധവും എന്ത് അസഭ്യവും പറയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ്. നമ്മളൊരു പ്രതിഷേധം നടത്തിയാൽ അതങ്ങനെ പ്രതിഷേധമായിട്ട് പോയി ഒരു വാർത്ത പത്രത്തിലൊക്കെ വന്ന് അങ്ങനെ വരാം. ആ സമയത്ത് അവിടെ അവനൊന്ന് കൈകാര്യം ചെയ്തിരുന്നെങ്കിലോ പ്രശ്നത്തിന് പരിഹാരം അപ്പം ഉണ്ടാക്കൂലേ? ആ പൊതുസമൂഹത്തിന് ഉന്നയിച്ച് മാപ്പ് പറയിപ്പിച്ചെങ്കിലും വിടാമല്ലോ. പക്ഷെ അതേതായാലും ചെയ്യാതിരുന്നത് ബന്ധപ്പെട്ട നിയമം കയ്യിലെടുക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്യാതിരുന്നാണ്. ഞങ്ങൾ ആലോചിക്കാത്ത കാര്യമൊന്നുമല്ല. നിയമം കയ്യിലെടുക്കേണ്ടതില്ല എന്നുള്ളത് മാത്രം ആ നിലക്കൊരു നിലപാടെടുത്താണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ സമൂഹത്തിൽ ഇപ്പോഴും പഴയ ജീർണ മനസ്സുള്ള കുറേ വ്യക്തിത്വങ്ങളുണ്ട്. അവരെയെല്ലാം നമുക്ക് നന്മയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ, മനുഷ്യനായി കാണാനായിട്ട് എൻ്റെ സഹോദരന്മാരെ പോലെയാണ്. താഴ്ന്ന ജാതിയായാലും അവൻ്റെ സേവനവും ഈ നാടിന് ആവശ്യമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ ആ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ക്രിയ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. അങ്ങനെ മാത്രമാണ് ഇതിനെല്ലാം അടിച്ചമർത്താനൊക്കെ ഉള്ളൂ. നേരത്തെ ഇതെല്ലാം അവിടെ നിന്ന് അങ്ങോട്ട് ഒച്ചവെക്കുമ്പോഴേക്കും മാറി വഴി നിൽക്കണ്ടേ? ആ സനായിനെ നേരിട്ട് എങ്ങനെയാണ് ഈ ഗോഗോ വിളിച്ചുകൊണ്ട് വന്നവനൊക്കെ ആ മണ്ണിലിട്ടതിന് രണ്ടേരി അങ്ങോട്ട് കൊടുത്തപ്പോഴോ അപ്പം ഇങ്ങനെ ഒച്ചമ്പകളൊന്നും ഇല്ലാതായില്ലേ? അങ്ങനെയല്ലേ വഴി നടക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നത്. എത്രയോ അനുഭവങ്ങളുണ്ട്.